പുറം ഭാഗം കോട്ടിംഗ് ആയിട്ട് കുറച്ച് സോസും സ്പൈസിയും സ്വീറ്റ് ആയിട്ടുള്ളൊരു മസാലയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അത് എരിവായിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഒരു ചിക്കൻ ഫുള്ളായിട്ടുള്ളൊരു ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ എല്ലാ ഭാഗവും നല്ല ഡീപ്പായിട്ട് വരഞ്ഞെടുത്തിട്ടുണ്ട്. ഡീപ്പായിട്ട് തന്നെ വരഞ്ഞെടുക്കണം, എന്നാലേ നമുക്ക് മസാലയൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് പിടിക്കുള്ളൂ. പിന്നെ ഉള്ളൊക്കെ നന്നായി ക്ലീൻ ചെയ്തെടുക്കുക, കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് മസാലയ്ക്ക് ആവശ്യമുള്ള സാധനങ്ങൾ: കുറച്ച് മല്ലിയില, ഒരു ലെമണ്, 2 പച്ചമുളക്, 1.25 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി, ഒരു 8 അല്ലി വെളുത്തുള്ളി. പിന്നെ പൊടികൾ വേണ്ടത്: ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ പെപ്പർ പൗഡർ, 4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ആദ്യം നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കാം. അത് ഞാനൊരു 4 ടീസ്പൂൺ കാശ്മീരി ചില്ലി ആയതുകൊണ്ട് 4 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് 3 മതിയെങ്കിൽ 3 ചേർത്താൽ മതി. പിന്നെ ഇഞ്ചിയൊക്കെ ഒന്ന് ഞാൻ ചെറുതായി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടിയും ഗരം മസാലപ്പൊടി, പെപ്പർ പൗഡർ, മുളക് പൊടി എല്ലാം ഇട്ടിട്ട് ആവശ്യത്തിനുള്ള മസാലയ്ക്ക് ആവശ്യമുള്ള ഉപ്പിടാം. നമുക്ക് ചിക്കനിൽ പിടിക്കാൻ വേണ്ടി കുറച്ച് ഉപ്പ് ആവശ്യമുണ്ട്, അതിടാം. ഈ ലെമൺ ഒന്ന് പിഴിഞ്ഞൊഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ കുറച്ച് ഒരു 1/4 ടീസ്പൂൺ വെള്ളവും കൂടി ഒഴിച്ച് ഒന്നുകൂടി ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ. പക്ഷേ തിക്ക് മസാല ആയിട്ട് അരച്ചെടുക്കണം. അപ്പോൾ നമ്മൾ അധികം ലൂസായി പോകണ്ട. നന്നായി ഒന്ന് ഇതുപോലെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. അത് ഞാൻ ഈ ചിക്കൻ്റെ മുകളിലായിട്ട് നന്നായി തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. ഇത് തേച്ചിട്ട് ഒരു 4 മണിക്കൂറെങ്കിലും വെക്കണം. അത് കുറച്ചധികം നേരം ഇരുന്നാൽ അത്രയും നല്ലതാണ്. മസാലയൊക്കെ ചിക്കനിലേക്ക് നന്നായി പിടിച്ചോളും. ഒരു 4 മണിക്കൂറെങ്കിലും തേച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ നിങ്ങൾ രാത്രിയൊക്കെ ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ മസാല തേച്ച് വെച്ചാൽ മതിയാവും. ഇതുപോലെ നന്നായി നല്ലോണം ഈ വരഞ്ഞ ഭാഗത്തേക്കൊക്കെ കൈ കൊണ്ട് നന്നായി ഒന്ന് തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് നമുക്കൊരു 4 മണിക്കൂറോളൊന്ന് ഫ്രിഡ്ജിൽ വയ്ക്കാം. അപ്പം എല്ലാ ഭാഗവും നന്നായി മസാല ഉള്ളിലൊക്കെ ഒന്ന് തേച്ച് കൊടുക്കണം. മസാല കുറച്ച് നല്ല സ്പൈസി ആയിട്ടുള്ള മസാലയാവും. ഞാൻ മസാലയൊക്കെ തേച്ചപ്പോൾ വെച്ചിട്ടുള്ളതായിരുന്നത്. നമുക്കിതൊന്ന് റെഡിയാക്കി എടുക്കാം. അതിന് ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ് ഞാൻ എടുത്തുള്ളത്. നിങ്ങൾ ഏത് പാത്രമാണ് ഉള്ളതെന്ന് വെച്ചാൽ ഇതുപോലെ ഇത്തിരി കുഴിയുള്ള ടൈപ്പ് പാത്രമാണെങ്കിൽ ഏറ്റവും നല്ലത്. അതല്ല ഗ്രില്ലുണ്ടെങ്കിൽ ഗ്രില്ലിൽ വെച്ച് ഗ്രില്ല് ചെയ്തെടുത്താലും മതി. ഇതിപ്പോൾ ഞാൻ ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഈ കാല് രണ്ടും കൂടി ഞാൻ ഇതുപോലെ ത്രെഡ് ഇട്ടൊന്ന് കെട്ടിയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഇതിലേക്ക് വെച്ചിട്ട് ഒരു ഹൈ ഫ്ലെയിമിനേക്കാളും കുറച്ചിട്ട് ആണ് ഈ 4 സൈഡും ആദ്യം ഒന്നും ചെറുതായി മൊരിയിച്ചെടുക്കും. അതിന് ശേഷമാണ് ഞാൻ മൂടി വെച്ചിട്ട് പിന്നെ ഇത് വേവിക്കുന്നത്. പിന്നെ വേണ്ടത് 2 സവാള ചോപ്പ് ചെയ്തെടുത്തത്, 3 പച്ചമുളക്, 1.5 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് ചോപ്പ് ചെയ്തത്. പിന്നെ വേണ്ട ഒരു ക്യാപ്സിക്കത്തിൻ്റെ ഒരു 1/4 ഭാഗം ഞാൻ ചെറുതായി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കാഷ്യൂനട്ട് ഒരു പിടി ഒന്ന് ചെറുതായി ഒന്ന് നുറുക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഉണക്കമുന്തിരി എടുത്തിട്ടുണ്ട്. ഇതൊക്കെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ പെപ്പർ പൗഡർ 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ട സോസാണ് സോയാ സോസ് 3/4 ടേബിൾ സ്പൂൺ, ചില്ലി സോസ്, പിന്നെ 4 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്. പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂൺ ഹണി. അതല്ല നിങ്ങൾക്ക് ഇനി നല്ല എരിവുള്ള ഒരു മസാലയാണ് ഉണ്ടാക്കേണ്ടതെന്നുണ്ടെങ്കിൽ അതെങ്ങനെ ഉണ്ടാക്കണമെന്നുള്ള ഒരു ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എഴുതാം, അത് നോക്കിയാൽ മതിയാവും. അപ്പം നമ്മുടെ ചിക്കൻ ഒരു സൈഡിൽ നിന്ന് ആ ഒരു ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ചെറുതായി ഒന്ന് മൊരിയിച്ചെടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് ഓരോ സൈഡും ചെറുതായി തിരിച്ചിട്ടൊന്ന് മൊരിയിച്ചെടുക്കണം. പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ഞാൻ അരിഞ്ഞു വെച്ച ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അല്ല, ജിഞ്ചർ ഗാർലിക് ഒന്ന് ചോപ്പ് ചെയ്തെടുത്തതാണ്. അതൊന്ന് വഴറ്റുക. അത് ചോപ്പ് ചെയ്തെടുത്താൽ മതി, അതാണ് ടേസ്റ്റ്. അതൊന്ന് ചെറുതായി വഴന്ന് വരുമ്പോൾ നമുക്ക് അതിലേക്ക് എടുത്ത് വെച്ച് കാഷ്യൂനട്ട് മുന്തിരി ഇട്ട് കൊടുക്കാം. അതൊന്ന് ചെറുതായി ഒന്ന് ഫ്രൈ ആയി വരണം. അപ്പോൾ ആ എണ്ണയിൽ കിടന്നിട്ടൊന്ന് ഫ്രൈ ആവട്ടെ. കാഷ്യൂനട്ടൊക്കെ ഒന്ന് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും മസാല കഴിക്കുമ്പോൾ. പിന്നെ പച്ചമുളകും അതിലേക്ക് പൊടിയായി അരിഞ്ഞ് വെച്ച സവാളയും ചേർത്ത് കൊടുക്കാം. പൊടിയായി അരിഞ്ഞെടുക്കണം കേട്ടോ സവാളയൊക്കെ. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി ഇളക്കി
ഇളക്കി ഇതിലേക്ക് കുറച്ച് ഉപ്പ്. അപ്പം ഒന്ന് സവാള ഒന്ന് വേഗം വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ്. നല്ല ബ്രൗൺ കളറായിട്ട് വഴന്ന് കിട്ടണ്ട, ചെറുതായി ഒന്ന് ഒരു ട്രാൻസ്പെറൻ്റായി കിട്ടിയാൽ മതി സവാള. വഴറ്റുക. ഇതിലേക്ക് ഞാൻ ക്യാപ്സിക്കം ഇട്ടിട്ടും ഭയങ്കരമായിട്ട് വഴന്ന് കിട്ടണ്ട, ചെറുതായി ഒന്ന് വഴന്നാൽ മതി. അതിലേക്ക് പെപ്പർ പൗഡർ, പിന്നെ ഞാൻ എടുത്തു വെച്ച സോസാണ് ആഡ് ചെയ്യുന്നത്. എല്ലാ സോസും കൂടിയും എടുത്തു വെച്ചത് ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് ഇങ്ങനെ സോസി ആയിട്ടുള്ള ഇഷ്ടമല്ലെന്നുണ്ടെങ്കിൽ സ്പൈസി ആയിട്ടുള്ളത് എങ്ങനെ ഉണ്ടാക്കണമെന്നുള്ളത് ഞാൻ കാണിക്കാം. അപ്പോൾ ഞാൻ ചിക്കനൊന്ന് മറ്റേ സൈഡൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾ ഇടക്കിടക്കൊന്നും തിരിച്ചു മറിച്ചിട്ട് കൊടുക്കണം. എന്താ വെച്ചാൽ ഒരു സൈഡ് തന്നെ ഇട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ കരിഞ്ഞു പോകും. ഇപ്പോൾ മറ്റേ സൈഡും മാറ്റി ഞാൻ സൈഡ് ഭാഗം വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 4 സൈഡും ഇതുപോലെ ഒന്ന് ചെറുതായി ഒന്ന് മൊരിഞ്ഞതിന് ശേഷം നമുക്കൊന്ന് മൂടി വെച്ചിട്ട് ചെയ്യാം. നമ്മൾ അൽഫാം ഉണ്ടാക്കിയപ്പോൾ കാണിച്ച പോലെ തന്നെയാണ്, അല്ലെങ്കിൽ അതിൽ നിന്ന് വെള്ളം ഇറങ്ങി വന്നിട്ട് അതിൻ്റെ മസാലയൊക്കെ ചിക്കനിൽ നിന്ന് വിട്ടുപോകും. അതുകൊണ്ടാണ് 4 സൈഡും ആക്കിയതിന് ശേഷം ഇതുപോലെ മൂടി വെച്ച് ഞാനിന്ന് വേവിക്കണം. ഫുൾ ചിക്കൻ ആയതുകൊണ്ട് തന്നെ നല്ല വേവുണ്ട്. അതുകൊണ്ട് അതുപോലെ മൂടി വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി വേവിച്ചെടുക്കണം. അതുപോലെ വേവിച്ചെടുത്ത ചിക്കൻ ഞാൻ ഈ മസാലയിലേക്ക് ഇട്ട് ഈ മസാല കൊണ്ട് ഈ ചിക്കൻ്റെ എല്ലാ ഭാഗവും ഒന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട്. ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം, മൂടി വെച്ചിട്ട് നമ്മൾ ചിക്കൻ വേവിക്കാൻ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്ന് ഇളക്കി ഓരോ സൈഡും മാറ്റി. നമ്മൾ അൽഫാം ഉണ്ടാക്കിയപ്പോൾ ചെയ്ത അതേ മെത്തേഡിൽ തന്നെയാണ് ചെയ്യുന്നത്. അതല്ല നിങ്ങളുടെ അടുത്ത് ഓവനും ഗ്രില്ലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ വെച്ചിട്ട് ചെയ്താൽ മതി. നിങ്ങൾ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ കാണിച്ചത്. ഇതുപോലെ മസാല എല്ലാ ഭാഗവും ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ നട്ട്സൊക്കെ ഒന്ന് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ ഞാൻ എല്ലാം റെഡിയാക്കി എടുത്ത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുള്ളതാണത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്. കുബൂസിൻ്റെയും ചപ്പാത്തിയുടെയും റൊട്ടിയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.